ഇന്നർ സയന്റിസ്റ്റ് വേഴ്സസ് ഔട്ടർ സയന്റിസ്റ്റ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്നർ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ഉള്ള അറിവ് നേടുക. നമ്മളെ നിരീക്ഷിക്കുന്നു, നമ്മളെന്താണെന്ന് മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള അറിവ് നേടുന്ന ഒരാളാണ് ഇന്നർ സയന്റിസ്റ്റ്. ഔട്ടർ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സയന്റിസ്റ്റ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പുറത്തെ കാര്യങ്ങളാണ് അവർ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെയാണ് ഔട്ടർ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ എന്ത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ഔട്ടർ സയന്റിസ്റ്റ് ആണ്. ഇത് ശരിക്കും സയന്റിസ്റ്റ് എന്നാണ് പറയുന്നത്, പിന്നെ ഇവിടെ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പം ഈ സയന്റിസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാല് അവര് ഒരു കാര്യം ചെയ്താല് പിന്നെ ആ കാര്യം വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ചൈനയിൽ ഒരു സ്കൂട്ടർ കണ്ടുപിടിച്ചു, അതിന് മറിഞ്ഞു വീഴത്തില്ല, അത് ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ ഒരു സ്കൂട്ടർ ഇനി കണ്ടുപിടിക്കണ്ട, അത് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം ഇലക്ട്രിസിറ്റി ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി വയറില്ലാത്ത ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചാൽ മതി. അടുത്ത് കണ്ടുപിടിക്കുവാണെങ്കിൽ തന്നെ വയറില്ലാതെ എങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇതേപോലെ തന്നെയാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും. ഒരാൾ കണ്ടുപിടിച്ചാൽ അത് പിന്നീട് കണ്ടുപിടിക്കേണ്ട അടുത്ത തലം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ കണ്ടിന്യൂറ്റി അങ്ങനെ പോവുള്ളൂ. പക്ഷെ അതേസമയം ഇന്നർ സയന്റിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും കണ്ടുപിടിക്കണം. ആ പ്രസൻസ്, നഷ്ടപ്പെട്ട പ്രസൻസ് ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം അവനവന് നഷ്ടപ്പെടുന്നതാണ്. കുട്ടിയായിരിക്കും ഉണ്ടായിരുന്ന ആ പ്രസൻസ് ആണ് നഷ്ടപ്പെടുന്നത്. അത് ഓരോരുത്തരും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഓരോരുത്തരും ചിന്തിക്കണം. അതിനുവേണ്ടിയുള്ള ടെക്നിക്സുകൾ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും അത് തിരിച്ചു വരത്തില്ല നമ്മളിലേക്ക്. ബോധപൂർവം തന്നെ നമ്മൾ ചെയ്യണം. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ ഉള്ളിൽ നിരീക്ഷിച്ച് നമ്മൾ സത്യത്തെ അറിയുന്നതിന് സയന്റിസ്റ്റ് എന്നാ പറയുന്നത്, അത് ഇന്നർ സയന്റിസ്റ്റ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം, എങ്കിലേ ഉള്ളൂ നമുക്കത് വീണ്ടും കണ്ടെത്താൻ പറ്റുള്ളൂ.